40കാരിയായ രേഖ എന്ന ഈ സ്ത്രീ തമിഴ്നാട് സ്വദേശിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ വിവാഹം നടക്കുകയും അതനുസരിച്ച് 2 പെൺകുട്ടികൾ ജനിക്കുകയും അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് തന്റെ പെൺകുട്ടികളോടൊപ്പം തനിച്ചായ രേഖ മറ്റൊരു വിവാഹത്തിന് ശ്രമിക്കാതെ ഈ പെൺകുട്ടികളെ വളർത്തുകയും അതിനുവേണ്ടി തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെയും തന്നെ ജോലി ചെയ്ത് തന്റെ പെൺകുട്ടികളെ വളർത്തുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെയാണ് സ്കൂളൊക്കെ തൊട്ടടുത്ത് തന്നെ ഇല്ല എന്ന കാരണം കൊണ്ട് ഇവർ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി പാർക്കുന്നത്. തമിഴ്നാട്ടിലെ തന്നെ മൂരച്ചി എന്ന ഗ്രാമത്തിലെത്തിയ രേഖ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചെങ്കൽപ്പനയിൽ ജോലിക്കും കയറുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവിടെ തന്നെ ജോലി ചെയ്യുന്ന പ്രഭു എന്നൊരു വ്യക്തിയുമായി രേഖ പരിചയത്തിലാവുന്നതും അത് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. പക്ഷെ പ്രഭുവിന് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും തങ്ങളുടെ ബന്ധം മറ്റാർക്കും അറിയാത്ത രീതിയിൽ തുടർന്നു പോവുകയും ചെയ്യുന്നു. പ്രഭു രേഖയുടെ 2 മക്കളെയും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷം ഇവരുടെ ബന്ധം തുടർന്നു പോകുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രേഖയുടെ മൂത്ത മകൾക്ക് 18 വയസ്സും ഇളയ മകൾക്ക് 16 വയസ്സും ആവുന്നു. അതുവരെ രേഖയുടെ 2 മക്കളെയും സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്ന പ്രഭുവിന് വളർന്നു വന്ന ഈ 2 പെൺകുട്ടികളോടും കാമം തോന്നുന്നു. കാമം അടക്കാൻ പറ്റാതായ സമയത്ത് ഒരു ദിവസം രേഖ ജോലിക്ക് പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം രേഖയുടെ വീട്ടിലെത്തുകയും ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് രേഖയുടെ ഇളയ മകൾ മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇളയ മകളോട് പെട്ടെന്ന് തന്നെ ഇയാൾ അതിക്രമത്തിന് തുടരുന്നു. പല രീതിയിലും എനിക്ക് വഴങ്ങിത്തരണമെന്ന് ഇളയ മകളോട് ഇയാൾ പറയുന്നു. പക്ഷെ ഇതുവരെ അച്ഛ എന്ന് വിളിച്ച അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മുഖഭാവവും മാറ്റവും കണ്ട് ഈ പെൺകുട്ടി ആകെ അത്ഭുതപ്പെടുന്നു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വീട്ടിലേക്ക് മറ്റാരോ വന്നതുകൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ഇക്കാര്യം നിന്റെ അമ്മയോട് പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒന്നും പുറത്ത് പറയുകയും ചെയ്തിരുന്നില്ല. പക്ഷെ എന്തു തന്നെയായാലും അവസരം കാത്തുനിന്ന പ്രഭു പിന്നീട് ഒരു ദിവസം രേഖ വീട്ടിലില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഈ വീട്ടിലെത്തുകയും ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് മൂത്ത മകൾ മാത്രമാണ്. ഉടനെ തന്നെ അവളോട് കാര്യങ്ങൾ ചോദിക്കുകയും എനിക്ക് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാനും കുതറിയോടാനും ശ്രമിക്കുന്നു. പക്ഷെ പ്രഭു ഫലമായി കീഴ്പ്പെടുത്തുകയും ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇതൊക്കെയും കണ്ടുകൊണ്ട് രേഖ പുറത്തുനിന്നും വരുന്നത്. പെട്ടെന്ന് മകളെയും തന്റെ കാമുകനെയും ഈ രീതിയിൽ കണ്ട രേഖ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മഴുവെടുത്ത് ആഞ്ഞു വെട്ടുന്നു. പ്രഭുവിന്റെ ദേഹം വെട്ടുകൾ കൊണ്ട് നിറയുന്നു. പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും പുറത്തു വെച്ചും വെട്ടുകയും ചെയ്യുന്നു. ഉടനെ തന്നെ ഒരുപാട് വെട്ടുകൾ കൊണ്ട് പ്രഭു അവിടെ തന്നെ മരണപ്പെടുകയും താൻ അപ്പോഴുള്ള ദേഷ്യം കൊണ്ട് ചെയ്തു പോയ കാര്യം എത്ര വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന് ആ സമയത്താണ് ആ സ്ത്രീ സ്വബോധത്തിലേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും പ്രഭു മരണപ്പെട്ടിരുന്നു. പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം ഉടനെ തന്നെ ആ ബോഡി ഒരു ചാക്കിലാക്കുകയും വീടിന്റെ പിൻവശത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പുഴയിലേക്ക് അത് കളയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പ്രഭുവിന്റെ ബോഡി മറ്റൊരു തീരത്ത് അണിയുന്നു. പക്ഷെ അത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നീട് അനാഥ ബോഡിയാണെന്ന രീതിയിൽ അതിനെ ശവമടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഇടയ്ക്കാണ് പ്രഭുവിനെ കാണാനില്ലെന്ന പരാതിയുമായി പ്രഭുവിന്റെ യഥാർത്ഥ ഭാര്യ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. പിന്നീട് പ്രഭുവിനെ ഒരുപാട് ദിവസമായും കാണാത്തത് കൊണ്ട് തന്നെ പ്രഭുവുമായി ബന്ധമുള്ള ഈ രേഖ എന്ന സ്ത്രീയെ കുറിച്ചും പോലീസിനോട് പറയുന്നു. അതനുസരിച്ച് പോലീസ് പ്രഭുവിനെയും അന്വേഷിച്ച് രേഖയുടെ വീട്ടിലെത്തുന്നു. പക്ഷെ രേഖ ഇങ്ങനെയുള്ള ഒരാളെ തനിക്ക് അറിയില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും രേഖയിലുണ്ടാവുന്ന വാക്ക് പിഴവുകൾ കണക്കിലെടുത്ത പോലീസ് ശക്തമായ രീതിയിൽ തന്നെ രേഖയെ ചോദ്യം ചെയ്യുന്നു. അതോടെ രേഖ എല്ലാ കാര്യങ്ങളും തന്നെ തുറന്നു പറയുന്നു. തന്റെ മകളെയും കൂടി അയാൾക്ക് വേണമെന്ന രീതിയിൽ അയാൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് രേഖ സമ്മതിക്കുന്നു. എന്തു തന്നെ ആയാലും കുറ്റസമ്മതം നടത്തിയ രേഖ ഇന്നും ജയിലിൽ തന്നെയാണ് ഉള്ളത്. ഈ 2 പെൺകുട്ടികളുടെ കാര്യം സർക്കാർ ഏറ്റെടുക്കണം എന്ന രീതിയിൽ ഒരുപാട് വാർത്തകളും ഒക്കെയും തന്നെ പ്രചരിച്ചിരുന്നു. ബന്ധുക്കളാണ് ഈ 2 പെൺകുട്ടികളുടെ കാര്യം ഇപ്പോൾ നോക്കുന്നത് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്.